സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാമ അങ്ങനെ അശ്വതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, വേണ്ട ചേച്ചി, അവളോടിപ്പോൾ ഒന്നും പറയണ്ട, വാ നമുക്കിവിടുന്ന് പോകാം. അങ്ങനെ പറഞ്ഞ് ഷാമയും അശ്വതിയും കൂടി കാറിൻ്റെ അരികിലേക്ക് നടക്കുവാണ്. ഈ സമയം കാറിൽ കയറുന്നതിന് മുമ്പ് വീണ്ടും ഷാമ രാധികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് അവിടെ നിന്നും കാറിൽ കയറി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലം വീടാണ് കേട്ടോ. അവിടെ പരമേശ്വരൻ്റെ കാലൊക്കെ തിരുമ്മി മസാജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൗതം. ഈ സമയം പരമേശ്വരൻ ഉറങ്ങുമായിരിക്കും. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഗൗതം ഇങ്ങനെ കാല് മസാജ് ചെയ്യുന്നതാണ്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, അല്ല നീ ഇതുവരെ നിർത്തിയില്ലേ? ഇല്ല വല്യച്ഛൻ നല്ല ആശ്വാസത്തോടെ കിടന്നുറങ്ങുമല്ലേ, അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ എനിക്കിത് നിർത്താൻ തോന്നിയില്ല. ഈ സമയം ചന്ദ്രശേഖരനും ഉർവശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഞാനിടയ്ക്ക് വന്ന് നോക്കിയതായിട്ടാ, ഇവനോട് പൊയ്ക്കോളാൻ പറഞ്ഞതാ, ഞാൻ ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നാൽ ഇവൻ എന്നെ സമ്മതിച്ചില്ല, ഇവന് തന്നെ ചെയ്യണമെന്ന്, എന്നാലും തൃപ്തി വരുള്ളൂന്ന്. ചില കാര്യങ്ങൾ ഇങ്ങനെയാ, ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവനത് പൂർത്തിയാക്കിയിട്ടേ അതിൽ നിന്ന് പിന്മാറുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും വരുണൊരിക്കലും ഇവൻ പകരക്കാരനാവില്ലല്ലോ. അതുകൊണ്ട് ഏട്ടൻ വരുണോട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്ക്, അവൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിലോ. ഈ സമയത്തായിരിക്കോട്ടെ വരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഉർവശി പറയണേ, അതെ വരുൺ വന്നല്ലോ. ഈ സമയം ചന്ദ്രശേഖരൻ ചോദിക്കണേ, വരുൺ, ഞങ്ങൾ നിന്നെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. നീ അമേരിക്കയിലേക്ക് പോകുന്നത് ഏട്ടന് തീരെ താല്പര്യമില്ല. ഇവിടെ തന്നെ നിന്ന് ഏട്ടൻ്റെ ബിസിനസ്സുകളെല്ലാം നീ നോക്കി നടത്തണമെന്നാണ് നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. നിൻ്റെ തീരുമാനത്തിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അന്നേരം വരുൺ പറയണേ, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. എനിക്ക് ഈ നാട് വെറുത്തു, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എനിക്ക് പോയേ പറ്റും. എൻ്റെ ഈ തീരുമാനം ആർക്കു വേണ്ടി ഞാൻ മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഇത് കേൾക്കുമ്പോൾ പരമേശ്വരൻ വല്ലാതെ സങ്കടമാകുവാണ്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഏട്ടൻ കേട്ടില്ലേ വരുൺ പറഞ്ഞത്, അവനീ നാട് വെറുത്തുനിന്ന്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ വെറുത്തുനിന്ന്, അതായത് ഏട്ടനെ വെറുത്തുനിന്ന്, അതല്ലേ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സമയം ഉർവശി പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഏട്ടനെ വിഷമിപ്പിക്കാതെ. ഈ സമയം ഗൗതം പറയണേ, വല്യച്ഛൻ വിഷമിക്കേണ്ട, വല്യച്ഛൻ്റെ കൂടെ ഏതാവശ്യത്തിനും കൂടെ ഞാനായിട്ടുണ്ടാവും. എനിക്കൊരിക്കലും വരുണിന് പകരക്കാരനാവാൻ പറ്റില്ല, പക്ഷേ വല്യച്ഛൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും, അതെൻ്റെ കടമയല്ലേ. ഈ സമയം അത് കേൾക്കുന്നത് പരമേശ്വരൻ പറയണേ, നീ അങ്ങനെ ഇവിടുത്തെ ദാസനായിട്ടൊന്നുമല്ല നിൽക്കേണ്ടത്, നീയും ഈ വീടിൻ്റെ അവകാശി തന്നെയാണ്. എല്ലാം അവസാനിപ്പിച്ച് പടിയിറക്കാനാണ് അവൻ്റെ തീരുമാനമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ചന്ദ്രശേഖര, നിന്നെപ്പോലും മാറ്റി നിർത്തി കമ്പനി കാര്യങ്ങളെല്ലാം വരുണിനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത് ചുമതലകളെല്ലാം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയായിരുന്നു. വരുണിപ്പോൾ ഇല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഗൗതമിനെയാണ്. കമ്പനിയുടെ ചുമതലകളും എല്ലാ കാര്യങ്ങളും ഗൗതമിനെ ഏൽപ്പിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അന്നേരം ചന്ദ്രശേഖരന് സന്തോഷമൊന്നുണ്ട് മനസ്സിൽ, എന്നാലും പുറമേ അത് കാണിക്കുന്നില്ല. എന്നിട്ട് ഏട്ടനോട് പറയണേ, അല്ല ഏട്ടാ, അത് വേണം, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വരുൺ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അവനെ അറിയിക്കണം. എനിക്ക് സ്നേഹത്തിന് മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് കുഴപ്പമില്ല, എന്നാൽ വാശിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഈ കണിമംഗലം പരമേശ്വരനെ കൊണ്ടാവില്ല. ഇനി നമ്മുടെ ഈ കുടുംബത്തിൻ്റെ പിൻഗാമി ഗൗതമാണ് ആകാൻ പോകുന്നത്. അത് കേട്ട സന്തോഷത്തോടെ നിൽക്കുവാണ് ചന്ദ്രശേഖരനും ഉർവശിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് ഷാമേനെയാണ്. ഷാമ അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് രാധികയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുവാണ്. അഖിൽ സാർ, ഞാനിന്ന് നമ്മുടെ മോളെ കണ്ടു. അവൾ കാണാൻ എന്നെപ്പോലെ തന്നെയാണുള്ളത്. കണ്ടെങ്കിലും അവളോട് ഞാനാണ് അവളെ പ്രസവിച്ച അമ്മ എന്ന് പറയാനായിട്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല. അതിന് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോയെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവളെ ഇത്ര നാൾ കാണാതിരുന്നപ്പോൾ ഞങ്ങൾ തമ്മിലൊരു അകലമുണ്ടായിരുന്നു, എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ അകലം കൂടിയോന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെങ്കിലും എനിക്കത് അവളോട് പറയാൻ പറ്റുമോ, ഞാൻ അവളെ പ്രസവിച്ച അമ്മയെന്ന്? എന്നെങ്കിലും അവളെ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമ സങ്കടത്തോടെ നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും അശ്വതി ശ്യാമയുടെ അരികിലേക്ക് വരുന്നത്. ശ്യാമേ, ഞാൻ കരുതിയത് നീ ഇന്ന് മോളെ കണ്ട സന്തോഷത്തിലായിരിക്കുമെന്നാ. അന്നേരം ശ്യാമ പറയണേ, അങ്ങനെ സന്തോഷിക്കാനുള്ളത് എന്തെങ്കിലും കാര്യം അവിടെ നടന്നോ? എനിക്കെൻ്റെ മോളെ അടുത്ത് കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അന്നേരം അശ്വതി പറയണേ, ശ്യാമേ, ഇത്ര നാൾ നിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? നിൻ്റെ മോള് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവണം, സുരക്ഷിതയായിട്ടുണ്ടാവണം എന്നായിരുന്നില്ലേ? അതിനുള്ള ഉത്തരം കിട്ടിയില്ലേ? അവളത്ര സന്തോഷത്തോടെയാണ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അവിടെ ജീവിക്കുന്നത്. അന്നേരം ക്ഷമ പറയണേ, അതൊക്കെ കണ്ടു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ പ്രസവിച്ച അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടിയില്ലേ, അതെൻ്റെ ചങ്കിലാകേണ്ടത്. ആ അമ്മയെ കാണുമ്പോൾ അവൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ചോദ്യങ്ങളൊന്നും നല്ല ചോദ്യങ്ങളായിരിക്കില്ല. ഇത്ര നാളും അവൾ ഉള്ളിലൊതുക്കിയ ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടാകും. അന്നേരം അശ്വതി ഓരോന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കണേ. ഇത് നോക്ക് ശ്യാമേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. രാധിക വളരെ നല്ല കുട്ടിയാണ്. അവൾ ഭഗവാനെ പൂർണ്ണമായിട്ടും അർപ്പിച്ച് ജീവിക്കുന്നത്. ശ്യാമയുടെ മോളല്ലേ, അപ്പോൾ ആ സ്വഭാവം കിട്ടാതിരിക്കുമോ? പിന്നെ രാധികയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവുകയും ആ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷമ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഐശ്വര്യയിൽ സംശയം ഉണ്ടാക്കും. രാധിക മോള് ജീവനോടെ ഉണ്ടെന്ന് ഐശ്വര്യ അറിഞ്ഞാൽ അവളെ ഐശ്വര്യ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്ന് ക്ഷമക്ക് തോന്നുന്നുണ്ടോ? അതോടെ രാധിക മോളുടെ എല്ലാ സന്തോഷവും ഇല്ലാതാവും. അതുകൊണ്ട് മോള് കുറച്ച് ദൂരത്ത് തന്നെ നിൽക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം ക്ഷമയും പറയണേ, ചേച്ചി പറയുന്നത് ശരിയാ,
ഈ അമ്മ കാരണം അവൾക്ക് ഇന്ന് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഭാഗ്യം കിട്ടിയ അമ്മയായ ഞാൻ ദൂരെ തന്നെ നിന്ന് എൻ്റെ മോളെ കണ്ടോളാം. ആ പിന്നെ ചേച്ചിയും ആ കുടുംബത്തിൻ്റെ അവസ്ഥ കേട്ടില്ലേ? അവർക്ക് എന്തോ ചില സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുമുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവൾ എനിക്ക് സഹായിക്കണം. അവൾക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കണം. അന്നേരം അശ്വതി ചോദിക്കണേ, അങ്ങനെ കൊടുത്താൽ ആ കുട്ടി ഇത് വാങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതെനിക്കറിയാം. എനിക്കുള്ള ഈ സമ്പത്തെല്ലാം അവൾക്കുള്ളതാണ്. അതിസമ്പന്നയാണെന്നറിയാതെ അവൾ കഷ്ടപ്പാട് ജീവിക്കുവാണ്. അവളെ സംരക്ഷിക്കുന്ന ആ വീട്ടുകാരും ഇനി കഷ്ടപ്പെടാൻ പാടില്ല. അന്നേരം അശ്വതി പറയണേ, ക്ഷമ വിഷമിക്കാതെ അതിനുള്ള ഒരു വഴി നമുക്ക് കണ്ടെത്താം. പിന്നെ ചേച്ചി, നാളെ ഇവിടെ ഒരു പായസം വെക്കണം, ഒരു സന്തോഷത്തിന്. അതുപോലെ ഓർഫനേജിൽ പോകണം. അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കണം. അവിടുത്തെ മദറിൻ്റെ കുട്ടികളുടെയും പ്രാർത്ഥന കൂടി കാരണോ എനിക്കെൻ്റെ മോളെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത്. അതിനെന്താ, എല്ലാ ക്ഷമ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അന്നേരം ക്ഷമ പറയണേ, ഇനി ജീവിതത്തിൽ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാകണം. ജീവിതത്തിന് ഇപ്പോൾ ഒരർത്ഥം ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ് ക്ഷമ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ റൂമിലേക്ക് വെള്ളവുമായിട്ട് വരുന്ന പ്രിയങ്കേനെയാണ്. ഈ സമയം കട്ടിൽ വരുണിന് പോകാനുള്ള ടിക്കറ്റൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ എടുത്ത് നോക്കി ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും പ്രിയങ്ക. ഈ സമയത്തായിരിക്കും വരുൺ റൂമിലേക്ക് വരുന്നത്. അങ്ങനെ പ്രിയങ്കക്കും കൂടിയുള്ള ടിക്കറ്റ് വരുൺ എടുത്തിട്ടുണ്ടാകും കേട്ടോ. പ്രിയങ്കയും കൂടി അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് വരുണിൻ്റെ തീരുമാനം. അതുകൊണ്ട് പ്രിയങ്ക പൊട്ടിത്തെറിക്കുക, എന്താ ഇത്, എന്നെയും കൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം? അത് ശരി, എന്നെ ചതിക്കാനാണല്ലോ അപ്പോൾ ഉദ്ദേശം. ഇവിടെ നിന്ന് അത് നടക്കില്ലെന്നറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്? ഞാനിവിടെ നിന്ന് എങ്ങോട്ടേക്കുമില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ വീട്ടുകാരെ മുമ്പിൽ കാണിക്കും. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വലിച്ചു കീറി കളയും. അന്നേരം വരുൺ പറയണേ, ഇവിടെ പ്രിയങ്കെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. തൽക്കാലം വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെയും കൂടി കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ. അല്ലെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് പിരിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ട് വഴിയാം. അന്നേരം പ്രിയങ്ക സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല, നിങ്ങൾ എന്നെ ചതിക്കാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാശ് തരാതെ ഒഴിവാക്കും. ആ സ്ഥലം എനിക്ക് പരിചയമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഈ ശ്രീകൃഷ്ണപുരം എൻ്റെ നാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടല്ലേ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്? അല്ല പ്രിയങ്ക, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കുക. അവിടെ വെച്ച് ഞാൻ തനിക്ക് തരാമെന്ന് പറഞ്ഞാൽ പണമെല്ലാം തരും. എന്നിട്ട് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും എടുത്തു തരും. അങ്ങനെ താൻ തിരികെ നാട്ടിലെത്തും. എന്നിട്ട് തനിക്ക് താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആകാം. ആ സമയം ഞാൻ കുറേ ദൂരെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അന്നേരം പ്രിയങ്ക പറയണേ, ഇല്ല, നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരുള്ളൂ. അന്നേരം വരണതിന് സമ്മതിക്കുക. ശരി, എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ടേ നമ്മൾ ഫ്ലൈറ്റ് കയറുന്നുള്ളൂ. എന്താ ഇപ്പോൾ ഓക്കെ അല്ലേ? എന്താണെങ്കിലും എനിക്ക് നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റ്സും അവസാനിക്കുകയും ചെയ്യും. അന്നേരം പ്രിയങ്ക പറയണേ, ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ യാത്രയോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ കരാറും തീരും. പിന്നെ ഇതിലെന്തെങ്കിലും മാറ്റോ വീണ്ടും എന്തെങ്കിലും അവധിയായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നാലുണ്ടല്ലോ, അതോടെ ഞാൻ എല്ലാം നിർത്തും. എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മുമ്പിൽ വെച്ച് തുറന്നു പറയും. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അമ്പലത്തിൽ നിന്ന് സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം അശ്വതി അങ്ങോട്ടേക്ക് എത്തുവാണ്. എന്നിട്ട് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എങ്ങനെയുണ്ട് കുട്ടി കച്ചവടമൊക്കെ? കുഴപ്പമില്ല. എന്നാൽ എനിക്കുള്ളത് എടുത്തോളൂ. എന്തൊക്കെയാണ് വേണ്ടത്? കുട്ടിക്ക് ഇഷ്ടമുള്ള എല്ലാം എടുത്തോളൂ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം രാധിക ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം അശ്വതി ബാഗിലെ പേഴ്സിൽ നിന്നും ഒരു ചെറിയ പണത്തിൻ്റെ കെട്ടെടുത്ത് രാധികയുടെ തട്ടിൽ രാധിക കാണാതെ വെക്കുവാണ് കേട്ടോ. അതിനുശേഷം രാധിക തന്ന സാധനങ്ങളെല്ലാം വാങ്ങി അതിൻ്റെ പൈസ കൊടുത്തിട്ട് അശ്വതി അവിടെ നിന്നും പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്തായിരിക്കും രാധിക തട്ടിലിരിക്കുന്ന പണം കാണുന്നത്. അങ്ങനെ ആ പണം കണ്ട് രാധിക അങ്ങ് അമ്പരന്ന് നിൽക്കുവാണ്. എന്നിട്ട് അശ്വതിയെ തിരികെ വിളിക്കുക. അതെ, ഒന്ന് നിന്നേ, ഈ പണം കയ്യിൽ നിന്ന് വീണു പോയതാ. ഇതെൻ്റെ പണമല്ല. അയ്യോ അല്ല, ആ തട്ടിലുള്ള പണത്തിന് എനിക്ക് കണക്കുണ്ട്. ഇതെൻ്റെ പണമല്ല, എൻ്റേതും അല്ല എന്ന് അശ്വതി പറയുക. അന്നേരം രാധിക ചോദിക്കണേ, സത്യം പറ, എന്നോട് സഹതാപം തോന്നിയിട്ട് അതിലിട്ടതല്ലേ? അന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഞാനും അച്ഛനും കൂടി സംസാരിക്കുന്നത് കേട്ടിരുന്നുവെന്ന്. ഞങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നതും കേട്ട് കാണുമല്ലേ? അതിൻ്റെ സഹതാപത്തിലല്ലേ ഈ പണം ഇട്ടതും? എന്താണെങ്കിലും അർഹതയില്ലാത്ത പണം നമ്മളെ തേടി വന്നാലും അത് വാങ്ങരുതെന്ന കുഞ്ഞുനാൾ മുതലേ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാഡം ഇത് വെച്ചോളൂ. പിന്നെ മാഡത്തിന് എന്നെ സഹായിക്കാനുള്ള മനസ്സ് കണ്ടുകൊണ്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? അന്നേരം അശ്വതി പറയണേ, ഇക്കാലത്ത് കുട്ടിയെപ്പോലെ ഇത്ര സത്യസന്ധയായ ഒരു കുട്ടിയെ കാണാനേ കിട്ടില്ല. കുട്ടി എന്താണെങ്കിലും എൻ്റെ നമ്പർ വെച്ചോ. ഇതാ എൻ്റെ നമ്പർ. ഞാൻ ഒരു മാഡത്തിൻ്റെ കയ്യിലാണ് ജോലി ചെയ്യുന്നത്. ആ മാഡത്തോട് കുട്ടിയുടെ കാര്യം സംസാരിക്കാം. കുട്ടി പ്രതീക്ഷ വെച്ചോ. ആ മാഡം എന്താണെങ്കിലും കുട്ടിയെ സഹായിക്കും. കുട്ടിയുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെ ആരോ ഉള്ളത്? അന്നേരം അശ്വതി വരണേ, ഇത്രയും നല്ല മനസ്സിലുള്ള കുട്ടിക്ക് വേണ്ടി നല്ലത് വരാൻ കുട്ടി തന്നെ സഹായം ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? എന്നാൽ ശരി മോളെ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അശ്വതി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പോയ അശ്വതിനെ കാത്തിരിക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. അങ്ങനെ അശ്വതിയെ കാണുന്നതും ശ്യാമ ഓടി വരിക. എന്തായി? മോൾക്ക് പണം കൊടുത്തോ? പണം ഞാൻ മോളുടെ പണപ്പെട്ടിയിലിട്ടതാ. പക്ഷെ അവളത് തിരികെ തന്നു. അർഹതയില്ലാത്ത പണമൊന്നും അവൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ആ പണത്തിന് അവൾക്ക് അർഹത ഉണ്ടല്ലോ, പക്ഷെ അത് അവൾക്കറിയില്ലല്ലോ.
പിന്നെ അവൾ എന്നോടൊരു കാര്യം കൂടി ചോദിച്ചു, അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റുമോയെന്ന്. ചെറിയ ശമ്പളമാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്നേരം ക്ഷാമ ആലോചിക്കുക, അല്ല അവൾക്കിപ്പോൾ എവിടെ ജോലി ശരിയാക്കി കൊടുക്കാനാ? ഏതെങ്കിലും കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവളധികം പഠിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. എൻ്റെ കൂടെ നിർത്താനാണെങ്കിലും പറ്റില്ല. ഇപ്പം എന്ത് ചെയ്യും? അന്നേരം അശ്വതി പറയണേ, രാധിക മോൾ നന്നായിട്ട് പാട്ട് പാടും, പിന്നെ നൃത്തവും ചെയ്യും. ആ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും അവളെക്കുറിച്ച് പറയാൻ 100 നാവാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ശ്യാമ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന മ്യൂസിക് സ്കൂളില്ലേ, അവിടെ പഠിപ്പിക്കാൻ വിളിച്ചാലോ രാധികേനെ? പാട്ടും ഡാൻസും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അന്നേരം ശ്യാമ പറയണേ, അത് നല്ലതാ, അതാവുമ്പോൾ എൻ്റെ മോളെ എനിക്ക് നേരിട്ട് ഇന്ന് കാണാൻ പറ്റുമല്ലോ. ആ സമയം അശ്വതി പറയണേ, അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ശ്യാമയെ കണ്ടാൽ തന്നെ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അതോടെ അവൾ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശ്യാമയോട് ചോദിക്കുകയും ചെയ്യും. അത് നിനക്ക് താങ്ങാനാവില്ല. അന്നേരം ശ്യാമ പറയണേ, ചേച്ചി പറയുന്നത് ശരിയാ, നേരിട്ട് ഇന്ന് കാണണ്ട, അല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. എന്താണെങ്കിലും മ്യൂസിക് സ്കൂളിലെ പഠിപ്പിക്കാനുള്ള ജോലി അത് ചേച്ചി ഫിക്സ് ചെയ്തോ, അത് അവൾക്ക് തന്നെയാണ്. അന്നേരം അശ്വതി പറയണേ, അമ്മയുടെ സ്കൂൾ പഠിപ്പിക്കാനെത്തുന്ന മകൾ. ആ സമയം ശ്യാമ പറയണേ, ആദ്യം പഠിപ്പിക്കാൻ വരും, പിന്നീട് ഓരോ ചുമതലകളായിട്ട് അവളെ തന്നെ ഞാൻ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് അവൾ തന്നെ എല്ലാം നോക്കി നടത്തട്ടെ. അന്നേരം അശ്വതി ചോദിക്കുക, അപ്പോഴും ഐശ്വര്യയുടെ ഭീഷണി ഉണ്ടാവില്ലേ? അത് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്